പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നോമ്പുകാല ധ്യാനം 32-ാം ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് നമുക്ക് ഈ തിരുവചനം ധ്യാനിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. ഇതു ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് എന്ന മുഖവുരയോടെയാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. യോഹന്നാൻ 15:11. ഈ വാക്യത്തിൽ സന്തോഷമെന്നതിന് പകരം ആനന്ദം എന്നർത്ഥം വരുന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് വിവർത്തനത്തിലും ആനന്ദം എന്നർത്ഥം വരുന്ന ജോയ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ആനന്ദം നമ്മിൽ കുടികൊള്ളാനും നമ്മുടെ ആനന്ദം പൂർണ്ണമാകാനും വേണ്ടി യേശു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് യോഹന്നാൻ 15:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. യേശുവും തന്നിൽ വിശ്വസിക്കുന്നവരും തമ്മിലുണ്ടാകേണ്ട ആഴമായ വ്യക്തിബന്ധത്തെയും ഗാഢമായ ഐക്യത്തെയുമാണ് യോഹന്നാൻ 15:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രതീകം വെളിപ്പെടുത്തുന്നത്. ഇത് സഭയുടെ പ്രതീകമാണ്. ക്രിസ്തുവിശ്വാസികളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്ന ചൈതന്യമാണ് സഭയുടെ കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ വിശ്വാസികളിലേക്ക് പ്രവഹിക്കുന്ന ദൈവാത്മ ചൈതന്യം. യേശു മുന്തിരിച്ചെടിയും പിതാവ് കൃഷിക്കാരനും വിശ്വാസികൾ മുന്തിരിച്ചെടിയിലെ ശാഖകളുമാണ്. ഫലം പുറപ്പെടുവിക്കാത്ത ശാഖകളെ പിതാവ് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. 4-5 വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. 9-10 വാക്യങ്ങളിൽ യേശു പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ചുരുക്കത്തിൽ യേശുവിൻ്റെ ആനന്ദം നമ്മിൽ കുടികൊള്ളാനും അങ്ങനെ നമ്മുടെ ആനന്ദം പൂർണ്ണമാകാനും വേണ്ടി യേശു പറഞ്ഞത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, മുന്തിരിച്ചെടിയോട് ശാഖകൾ എന്ന പോലെ നാം യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിനോട് വിശ്വാസികൾക്കുണ്ടാകേണ്ട ആഴമായ വ്യക്തിബന്ധത്തെയും ഗാഢ ഐക്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2, യേശു നമ്മിലും നാം യേശുവിലും വസിക്കണം, അഥവാ പരസ്പരം അധിവസിക്കണം. അവനിൽ വാസമുറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. 3, 10-ാം വാക്യത്തിൽ യേശു പറയുന്നത് പോലെ യേശു പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നാം യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കണം. അതായത് യേശു നൽകുന്ന സ്നേഹത്തിൻ്റെ നിയമം പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. യേശു നൽകുന്ന കൽപ്പന എന്താണെന്ന് യോഹന്നാൻ 15, 12, 13 വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പഴയ നിയമത്തിൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യേശു നൽകുന്ന സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതാണ്.
തുടർന്ന് 14-15 വാക്യങ്ങളിൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം യേശുവിനെ തിരഞ്ഞെടുക്കുകയല്ല, യേശു നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അവിടുന്ന് നമ്മെ സ്നേഹിതരെന്ന് വിളിക്കുകയാണ്, ദാസരെന്നല്ല. യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ലല്ലോ, പക്ഷേ യേശു പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നമ്മെ അറിയിച്ചു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, അങ്ങുമായി ഗാഢ ഐക്യത്തിൽ ജീവിക്കാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രതീകം നമ്മിൽ അന്വർത്ഥമാകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് നാം സഭാഗാത്രത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് യേശുവിലൂടെയുള്ള ജീവചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. നമ്മെ യേശുവിനോട് ഐക്യപ്പെടുത്തുന്ന ഈ വലിയ രഹസ്യം ദിവ്യകാരുണ്യനാഥന്റെ തിരുമുൻപിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ധ്യാനിക്കാം. അവിടുന്ന് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥ